എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇന്നൊരു പാളയുടെ പരിപാടി കേട്ടോ. അതാ നല്ലൊരു പാള വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ മക്കൾക്ക് ആർട്സ് ഡേ ആണ്. അപ്പം പാള വെച്ചൊരു പരിപാടി കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഈ പണ്ടൊക്കെ പപ്പ ചെയ്ത് കാണിച്ച ഒരു അറിവ് എനിക്കുള്ളൂ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. എന്താവുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയില്ല, അത് തന്നെ. അപ്പോൾ ഞാനതൊന്ന് നോക്കട്ടെ, നമുക്ക് ശരിയായാൽ കാണാം. ആദ്യം തന്നെ ഈ പാളയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി ഇതിൻ്റെ പുറം തൊലി ഇതാണ്ട, ഈ പുറത്ത് ഇതൊന്ന് എടുത്ത് കളയണം. ഇതിങ്ങനെ ഇത്തിരി സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതാ ഇവിടം വരെ അങ്ങ് പോകണം. ഇത്തിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും ഇത്തിരി കഷ്ടപ്പെട്ടാലേ നമ്മുടെ ഒരു റിസൾട്ടിനാവുമ്പോൾ നമുക്ക് കഷ്ടപ്പെടുന്നതിന് സാരമില്ലല്ലോ. ഇതിങ്ങനെ കീറിയെടുത്തിട്ട് കുതിർത്തിയിട്ട് കീറിയെടുക്കും, വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കീറിയെടുത്ത് നമ്മുടെ കൊടി കെട്ടാനൊക്കെ ഉപയോഗിക്കണേ കേട്ടോ. ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞ, പണ്ട് കാലങ്ങളിൽ ഇപ്പം എല്ലാത്തിനും ഓരോ സജ്ജീകരണങ്ങളല്ലേ. അപ്പോൾ പണ്ടത്തെ കാരണവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വള്ളി കെട്ടണതിന് ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ മിക്കവാറും തന്നെ ഈ മുരിക്കൻ കാലയിലാണ് കൊടി ഇടുന്നത്. അപ്പോൾ ഓരോ വർഷം മുരിക്ക് വലുതായി വരും തോറും കൊടി അത് വള്ളി തനിയെ അങ്ങ് പൊട്ടിപ്പൊക്കും. അല്ലാതെ ഈ പ്ലാസ്റ്റിക് വള്ളിയൊക്കെ വെച്ച് കെട്ടിയാൽ അതങ്ങ് ടൈറ്റായി ജാമായിരിക്കില്ലേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ വള്ളി കെട്ടുന്നത്. ഇപ്പം ഫിനിഷായിട്ടുണ്ട്. ആ മിഡിലായിരുന്നപ്പോൾ എളുപ്പമുണ്ടായിരുന്നത്, സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടായി പോകും. ആ സൈഡിലെ കട്ടായി പോകുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് ഇവിടെ കണ്ടോ. പാള പൊളിച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇനി ഈ പാള നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ആ മുകളിലത്തെ അതങ്ങ് പോയത് കൊണ്ടാണ് നമുക്കിങ്ങനെ, അല്ലെങ്കിൽ ഇത് വഴങ്ങി കിട്ടില്ല. ഇനി അടുത്ത പരിപാടി നമുക്കൊരു ഈർക്കിളി അങ്ങ് ബലമുള്ളത് കൂർമ്പിച്ചെടുക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ടതാ ഇവിടെ അങ്ങ് കുത്തി കൊടുക്കും. ഇതാ കുത്തി കണ്ടോ, അത് ഒടിച്ച് ഇവിടെ ഇങ്ങനെ കുത്തി ഇവിടം വരെ ഇങ്ങനെ കുത്തണം. കേട്ടോ, ഓരോന്ന് കുത്തി കഴിഞ്ഞ് ഇങ്ങനെ കൂർപ്പിച്ച ശേഷം മാത്രം കേട്ടോ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ പാളയിൽ തുളഞ്ഞു കയറും. അത്ര ഒന്ന് ഇറുക്കിളി കുത്തിയിട്ടോ. ഇനി ഇതൊന്ന് റിവേഴ്സ് തിരിച്ചെടുക്കണം. ഇപ്പം അതെ നമ്മൾ ഈർക്കിളി കുത്തിയതൊന്നും കാണത്തില്ല. ഇതാ ഇതിങ്ങനെയൊന്ന് പതിയെ ഞൊറിഞ്ഞെടുക്കാം. ഇതാ ഇനി ഇതാ ഇതിൻ്റെ നമ്മൾ പാളയുടെ പൊളിച്ച് കളഞ്ഞാൽ ഇതില്ലേ, അതുകൊണ്ട് ഇതാ ആ വള്ളി വന്നെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മുറുക്കി അങ്ങ് കെട്ടാം. അപ്പോൾ അതെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പപ്പ ഉണ്ടാക്കുന്ന അത്ര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, എന്നാലും ഏകദേശം ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇപ്പം ട്രൈ ചെയ്യാം. പൊന്നൂസേ ഓടി വന്നേടാ, ബാ. അപ്പോൾ അതാ ഓരോരുത്തരുടെയും തലയുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടർത്തി വെക്കാൻ പറ്റും കേട്ടോ. അതാ നമ്മുടെ ഐറ്റം എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ പൊന്നൂൻ്റെ ആർട്സ് ഡേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ ഇത്ര ഞാൻ അതുകൊണ്ടാണ് ഇരുന്ന് കഷ്ടപ്പെട്ടത്, അല്ലേ പൊന്നൂസേ? അപ്പം ഞാനിവിടെ ഒന്ന് വെച്ച് നോക്കട്ടെ അല്ലേ. ഓക്കെ ഉണ്ടോ, പെർഫെക്റ്റ്, നല്ല ടൈറ്റായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ആ ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് അങ്ങ് വിടർത്തി വെച്ചാൽ മതി, അതായത് അത് വിടർന്ന് കണ്ട. അപ്പം ഇങ്ങനെ ഒരു പൊന്നൂൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ മുണ്ടും ഷർട്ടും ഇട്ട് അപ്പോൾ പാളത്തൊപ്പിയും വെച്ച് ഒരു കുറ്റി തൂമ്പിയൊക്കെ വെക്കണം ആയിട്ട് തന്നെ ഒരു കർഷകൻ്റെ ഇതാണ് അവളുടെ ഫാൻസി ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അത്
ഞാൻ ഇടാം, അവളുടെ കാണിക്കുമ്പോൾ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ.